നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. രണ്ട് റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ആദ്യം ഒരു പ്രമുഖ മൾട്ടിനാഷണൽ IT കമ്പനിയിലേക്ക് നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ട് 100-ലധികം ഒഴിവുകളിലേക്ക് ഫ്രഷേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് അനേർട്ട് ഓർഗനൈസ് ചെയ്യുന്നതാണ്. അനേർട്ട് എന്നുള്ളത് നാം അറിയുന്നത് പോലെ കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഈ റിന്യൂവബിൾ എനർജി, അതായത് ഈ സൗരോർജം, സോളാർ എനർജി പോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ, അതിൻ്റെയൊക്കെ ഉപയോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവര് ഏതാണ്ട് 100-ലധികം ആളുകളെ, ഇത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസിനെയും ഒക്കെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെയും വിവരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റിക്രൂട്ട്മെന്റുകളെ കുറിച്ച്, 200-ലധികം ഒഴിവുകളിലെ കുറിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ IT കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് ഒന്ന് സൂചിപ്പിക്കാം. 100-ലധികം ഒഴിവുകൾ ഈ കമ്പനിയിൽ ലഭ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, കേരള ഗവൺമെന്റിന്റെ, അതേപോലെ ആസാപ് കേരളയും ഒക്കെ സംയുക്തമായിട്ടാണ്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്ക്ലോഗ്സ് കാണില്ല, അരിയർ കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇതിന്റെ എലിജിബിലിറ്റി ME MTechകാര്, BTechകാര്, അത് കമ്പ്യൂട്ടർ സയൻസ് IT, അതേപോലെ MCAക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങളാണ്. 2022-ലും 2023-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരെ അപേക്ഷിച്ചാൽ മതിയാകും. അവർക്ക് 60% മാർക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് 10th ഓൺവേർഡ്സ് നേടിയിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി എലിജിബിലിറ്റി പറയാം. BTech, ME MTech, MCAക്കാരായിരിക്കണം. 2022-ലോ 2023-ലോ പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം. 60% മാർക്ക് 10th ഓൺവേർഡ്സ് കാണണം. അതേപോലെ സ്റ്റാൻഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അരിയറുകൾ കാണില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 100-ലധികം ഒഴിവുകൾ ലഭ്യമാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിട്ടായിരിക്കും അവസരങ്ങൾ. അവർക്ക് ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് MNC IT കമ്പനി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യം മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അനാട്ട് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. അനാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി, സൗരോർജം പോലെയുള്ള എനർജികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവര് ഒരു നോട്ടിഫിക്കേഷന് മുൻപ് പുറപ്പെടുവിച്ചിരുന്നു. ഒരു റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. ആ നോട്ടിഫിക്കേഷൻ ഞാൻ പിന്നാലെ കാണിപ്പിക്കാം. അതിന്റെ ഒരു അഡീഷണൽ നോട്ടിഫിക്കേഷനോട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി വന്നിട്ടുണ്ട്. അഡീഷണൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ഒട്ടനവധി തസ്തികകളിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം പരിശോധിച്ചിട്ട് പിന്നീട് ആദ്യത്തെ നോട്ടിഫിക്കേഷനുള്ള അവസരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ അനാട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ CMD ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫോളോയിങ് റിവിഷൻസ് ആൻഡ് അഡീഷണൽസ് ആസ് മെയ്ഡ്. ഇത് പുതിയതായിട്ട് അഡീഷണൽ കൊണ്ടുവന്നേക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. ഒട്ടനവധി തസ്തികകളിൽ ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോന്നിനും പോസ്റ്റ് കോഡ് ഉണ്ട്. സെയിൽസ് മാനേജർ 4+4-ലധികം ഒഴിവുകളുണ്ട്. അതിന് വേണ്ട എലിജിബിലിറ്റി BTech അല്ലെ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് BBAയോ അങ്ങനത്തെ ഒക്കെ ഉള്ളത്, അല്ലെ ഡിപ്ലോമ ITI കഴിഞ്ഞ്. ഇതൊരു എക്സ്പീരിയൻസ്ഡ് വേക്കൻസിയാണ്. 30,000 വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇനി ഫ്രഷേഴ്സിനും ഒക്കെ ഒട്ടനവധി അവസരങ്ങളുണ്ട്. പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 6 പേരെ, BTech അല്ലെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ അല്ലെ BVOC ഒക്കെ കഴിഞ്ഞവരെ. അവിടെ 2 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അവിടെ 40,000 വരെ ശമ്പളമുണ്ട്. ഇനി സർവീസ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് 6 പേര്. ഇത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. BTech, BVOC, ഡിപ്ലോമ ITI കഴിഞ്ഞവർ. 0 to 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ സർവീസ് എഞ്ചിനീയറായിട്ട് അപേക്ഷിക്കാം. സെയിൽസ് എഞ്ചിനീയറായിട്ട് 16 പേരെ നിയമിക്കുന്നുണ്ട്. MB or BTech, ഗ്രാജുവേഷൻ ഓർ ഡിപ്ലോമ ITI. അപ്പം BTechോ ഡിഗ്രിയോ ഡിപ്ലോമയോ ITIയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 40,000 രൂപ ശമ്പളമുണ്ട്. ഇത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. താഴേക്ക് വന്നാൽ ഒട്ടനവധി തസ്തികകൾ ലഭ്യമാണ്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് 3-ലധികം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും BTech, MBA അല്ലെ ഡിഗ്രി ഡിപ്ലോമ ITIക്കാരാണ്. ഫ്രഷേഴ്സിനും 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. പ്രൊജക്ട് സൂപ്പർവൈസർ ആയിട്ട് 3 പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതൊരു എക്സ്പീരിയൻസ് 1 to 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള അവസരമാണ്. ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രീഷ്യൻ ട്രെയിനി ആയിട്ട് 2 പേരെ. ഫ്രഷേഴ്സിന് ഡിപ്ലോമ ITI ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. സർവീസ് ടെക്നീഷ്യൻ, അതേപോലെ ടെക്നീഷ്യൻ ട്രെയിനി ഒക്കെ ആയിട്ട് 10 പേരെ നിയമിക്കുന്നുണ്ട്. BTech, ഡിപ്ലോമ ITI ഇങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതും ഫ്രഷേഴ്സിനും 5 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരമുണ്ട്.
വെൽഡേഴ്സായിട്ട് 3-ലധികം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ ITI ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവിടെയും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട്. പിന്നീട് സീനിയർ എഞ്ചിനീയർ പ്രൊജക്ട്സിലെ തസ്തികയിലേക്ക് 2 പേരെ, അത് BTech, അത് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രൊജക്ട് മാനേജറായിട്ട് ഒരാളെ 1.5 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് കാണണം. സ്ട്രക്ചറൽ എഞ്ചിനീയറായിട്ട് ഒരാളെ നിയമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BTech അല്ലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രൊജക്ട് ലീഡായിട്ട് 2 പേര്, അത് BTech ഇൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതേപോലെ ജൂനിയർ എഞ്ചിനീയറായിട്ട് 2 പേരെ നിയമിക്കുന്നുണ്ട്. ഇത് BTech വിത്ത് 1 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ വേറെയും തസ്തികകൾ ലഭ്യമാണ്. CAD ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് ഒരാളെ നിയമിക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എന്നാൽ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് നിയമിക്കുന്നവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് BBA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് 8-ലധികം ഒഴിവുകളുണ്ട്. ഇവിടെയും BBA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് BTech ഒക്കെ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് 14 പേരെ നിയമിക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ്, അതായത് BBA ഒക്കെ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് ഡിപ്ലോമ ITO 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ട്രെയിനി സെയിൽസ് എഞ്ചിനീയർ 5 പേരെ നിയമിക്കുന്നുണ്ട്. BTech അല്ലെ ഡിപ്ലോമ ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അക്കൗണ്ടന്റ് അഡ്മിൻ ആയിട്ട് ഒരാളെ നിയമിക്കുന്നുണ്ട്. MBA വിത്ത് BCom അല്ലെങ്കിൽ MCom ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അഡ്മിൻ കോർഡിനേറ്റർ ആയിട്ട് 3 പേരെ നിയമിക്കുന്നുണ്ട്. ഡിഗ്രി വിത്ത് 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇങ്ങനെ ഒട്ടനവധി തസ്തികകളുണ്ട്. ഇതിപ്പോൾ അഡീഷണൽ വന്ന വേക്കൻസികളാണ്. ഇത് മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ്. അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന അവസരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വന്നാൽ വേറെയും കുറേ തസ്തികകളിലേക്ക് പ്രൊജക്ട് എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ ഇങ്ങനെയുള്ള തസ്തികകളിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമൊക്കെ അഡീഷണൽ ആയിട്ട് കുറേയും കൂടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു അഡീഷണൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇതുകൂടാതെ ഇവരുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജനുവരി 30 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതിനകത്ത് ലഭ്യമായിരിക്കുന്ന കുറേ തസ്തികകൾ, അതിൻ്റെ അവസരങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. എന്നിട്ട് ഇവർ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഇത് അനേർട്ടിലേക്ക് വേണ്ടി ആയിരിക്കില്ല അത് ഇവർ എടുക്കുന്നത്. അനേർട്ട് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അനേർട്ടിൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനികളിലേക്കായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടാറ്റ പവർ പോലെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി കമ്പനികളിലായിരിക്കും ഈ അവസരങ്ങളുള്ളത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ടെക്നിക്കൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂവിൻ്റെ ഒക്കെ വെളിച്ചത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അത് എപ്രകാരമാണെന്നും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? നിങ്ങൾക്ക് ഈ CMDയുടെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അനാട്ടിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ വന്നാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എത്താം. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കണ്ടെത്തിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ടെലിഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.